എൻ്റെ പേര് മേരി സൽവിയ. ഞാൻ കല്ലേക്കാട് ഇടവയിൽ നിന്ന് വരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഇവിടുന്ന് ഇന്നലെ ശുശ്രൂഷ കഴിഞ്ഞ് പോകുമ്പോഴേ എനിക്ക് നല്ല വേദനയുണ്ടായിരുന്നു. രാത്രിയൊന്നും ഞാൻ കടന്നുറങ്ങിയിട്ടേ ഇല്ല. പക്ഷെ ഞാൻ ക്ഷീണിതയല്ല. ഞാൻ രാത്രിയൊക്കെ എണീച്ച് ആളെയൊന്നും ജീവിത പങ്കാളിയൊന്നും അറിയിച്ചില്ല. ഞാൻ റൂമിൽ പോയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ലെങ്കിലും അച്ഛൻ പറഞ്ഞ പോലെ ലൂക്ക 10:19 ഇങ്ങനെ കൊന്ത പിടിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. എങ്ങനെയൊന്ന് ഡോക്ടറെ അടുത്ത് രാവിലെ എണീച്ച് പോകണമല്ലോ, എനിക്ക് സഹിക്കാൻ വയ്യ, അത്രയും വേദനയായിരുന്നു. എന്താ ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കടന്നു. ഒരു 4 മണിയായപ്പോൾ എണീച്ചു. പിന്നെയും 3 മണിക്ക് എണീക്കണം പറഞ്ഞാണ്, പറ്റിയില്ല. കുറച്ച് നേരം അങ്ങനെ റെസ്റ്റ് ചെയ്തു. അത്രയുള്ളൂ, ഉറങ്ങിയിട്ടൊന്നുമില്ല, വേദന അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ എണീച്ചു. ഞാൻ പ്രാർത്ഥനയൊക്കെ ചെയ്തു. പല്ല് വേദനയാണെങ്കിലും പ്രാർത്ഥനയൊന്നും മുടക്കിയില്ല. പ്രാർത്ഥനയൊക്കെ ചെയ്തു, വീട്ടിലെ കാര്യങ്ങൾ ചെയ്തു. ഡോക്ടറെ കണ്ട് കഴിയുമ്പോൾ 10:45 കഴിഞ്ഞു. ഞാൻ അവിടുന്ന് വരുമ്പോൾ എനിക്ക് പോകണ്ട അല്ലേ, ശുശ്രൂഷയ്ക്ക് പോയി വീട്ടിൽ ഇത്തിരി റെസ്റ്റ് എടുക്കാം. സത്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ്, ഞാൻ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാം. പക്ഷേ തമ്പുരാൻ എന്നെ അനുവദിച്ചില്ല. ഞാൻ ഓട്ടോ കയറി ഇവിടെ വന്ന് ഇറങ്ങി 10:45 കുർബാന തുടങ്ങിയല്ലോ, 10:30 കുർബാന തുടങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് വരാൻ ഇൻട്രസ്റ്റ് ഇല്ലാതിരുന്നത്. കുർബാന തുടങ്ങി സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഞാൻ വരുമ്പോൾ കുർബാന തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. വന്ന് കയറി എനിക്കിവിടെ ഇരിക്കപ്പുറത്തില്ല. അവിടെ നിന്ന് വെച്ചാൽ കുർബാനയുടെ ടൈമിൽ വേദനിച്ച് എനിക്ക് സഹിക്കാൻ വയ്യ. ഞാനിങ്ങനെ അങ്ങനെ കാണിച്ചിരിക്കുകയായിരുന്നു. അച്ഛന് കുർബാന ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് എനിക്ക് ആരാധന സമയത്ത് സിസ്റ്റർ ഒരു പാട്ട് പാടി. ആ സമയത്ത് ഞാൻ കുർബാനയുടെ പാട്ട് പോലും ഞാൻ പാടാതെ നിൽക്കുകയായിരുന്നു, വേദനിച്ചിട്ട്. പരിശുദ്ധാത്മാവേ നിറയണേന്ന് സിസ്റ്റർ ഒരു പാട്ട് പാടിയപ്പോൾ എനിക്കൊരു അഭിഷേകം കിട്ടി. അതോടുകൂടി ആ വേദന മാറി. എനിക്ക് എന്തായാലും ഒന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അതിനുള്ളവർക്ക് യേശുവേ നന്ദി, യേശുവേ ആരാധന. നമ്മൾ പാട്ട് പാടുമ്പോൾ വലിയ അഭിഷേകം നമ്മളിൽ വന്ന് നിറയും. അല്ലേലിയ പാട്ടിൻ്റെ വരികളുടെ വലിയ അർത്ഥങ്ങളാണ്, അത് വചനങ്ങൾ തന്നെയാണ്. ഇല്ലെങ്കിൽ കുർബാനയുടെ ഏതെങ്കിലും രഹസ്യങ്ങൾ ചൊല്ലുമ്പോൾ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ബൈബിൾ വചനങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ആരാധന നടത്തും, കൈയടിച്ച് ആരാധന നടത്താൻ പറയുമ്പോൾ നമ്മൾ മനസ്സ് തുറന്ന് കൈയടിച്ച് നൃത്തം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കാലുകൾ മാറ്റി ചവിട്ടി, അതാണ് പുറപ്പാടും പുസ്തകം. കർത്താവിനെ ആരാധിക്കുമ്പോൾ കർത്താവ് സൗഖ്യം നൽകും, വിടുതൽ നൽകും, രോഗശാന്തി നൽകും. അല്ലേരിയ